ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരു പുതിയ പ്രതീക്ഷയോട് കൂടിയായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയണേ, നോമ്പൊക്കെ ദേ ഏറെക്കുറെ അങ്ങനെ പകുതിയായിട്ടുണ്ട്. എത്ര പെട്ടെന്നാലേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. എന്താണെങ്കിലും പുണ്യദിനത്തിൻ്റെ ഏറ്റവും നല്ല ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ നോമ്പിന് നമ്മൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. പിന്നെയാണെങ്കിൽ നമ്മൾ അപ്പത്തിനൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അപ്പവും മുട്ടക്കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതേ. അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ കുറച്ച് തരിക്കഞ്ഞിയും കൂടി ഉണ്ടാക്കിയാലോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം തരിക്കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്നാൽ പെട്ടെന്ന് നമുക്ക് തരിക്കഞ്ഞിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആണെങ്കിൽ എന്താ പറയണേ, നമ്മളാണെങ്കിൽ മുട്ടക്കറി റെഡിയാക്കണതിൻ്റെ ഒപ്പം തന്നെ തരിക്കഞ്ഞിയും റെഡിയാക്കി കേട്ടോ. ജമീലാമ്മ വീട്ടിലില്ലായിരുന്നു. ആ തക്കം നോക്കിയാണ് എൻ്റെ കലാപരമായ കഴിവുകളൊക്കെ ഞാനങ്ങനെ പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഏറെക്കുറെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തരിക്കഞ്ഞിയുടെ പണിപ്പുരയിൽ അതേ സമയം തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എന്നിട്ട് നമുക്ക് പാല് മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനെയും കൊണ്ട് ഇതേ ഞങ്ങളിങ്ങനെ കടയിലോട്ട് പാല് മേടിക്കാനായിട്ട് പോവാട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മിഠായി നിർബന്ധം. ഇന്ന മിഠായി എന്നൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അമ്പുടുക്കുഞ്ഞ് ഹാപ്പിയാണ്. അപ്പോൾ 2 കോലി മിഠായിയൊക്കെ വാങ്ങിച്ചതേ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അവിടെ 2 പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. മിഠായി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവയ്ക്കാണെങ്കിലും അമ്പുടുക്കുഞ്ഞിന് മിഠായിയൊക്കെ കൊടുത്തു. പൊതുവേ ആർക്കും കൊടുക്കുമൊന്നുമില്ലാത്ത കേട്ടോ. എന്തോ ഇന്ന് നല്ല സ്വഭാവമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മിഠായിയൊക്കെ കൊടുത്തിട്ട് അമ്പുടുക്കുഞ്ഞ് ഇതേ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അവിടെ വന്നപ്പോഴത്തേനും ഇതേ അമ്പുടുക്കുഞ്ഞിനെ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. അവളുമായിട്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിത് വീട്ടിലോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ ഒന്ന് താളിച്ചൊഴിക്കണമായിരുന്നു. അങ്ങനെ ദേ നമ്മൾ തരിക്കഞ്ഞിയൊക്കെ താളിച്ച് റെഡിയാക്കി. പിന്നെയാണെങ്കിൽ പാൽച്ചായയും വെച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് ഇടണമാണല്ലോ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് തുറക്കാറായപ്പോഴാണ് കേട്ടോ അപ്പം ചുടാനായിട്ട് പോയത്. അങ്ങനെ ദേ ചെറപറാന്ന് അപ്പവും ചുട്ടു. ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ജമീലാമ്മയും അമ്പുടുക്കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അപ്പം മതിയായിരുന്നു. അപ്പോൾ ദേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജമീലാമ്മ ഇവിടെ ഇല്ലായിരുന്നു എന്ന്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലാണെങ്കിൽ എന്താ പറയുക, നോമ്പിനോടനുബന്ധിച്ച് ദ്വായും ദിക്കറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി പോയപ്പോഴത്തേനും അമ്മച്ചിക്ക് കിട്ടിയ നേർച്ചപ്പം കാണാം കേട്ടോ. നമുക്കാണെങ്കിൽ എന്താണെന്ന് നോക്കാം, തേങ്ങാച്ചോരം ആയിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ തേങ്ങാച്ചോറും ബീഫും ആയിരുന്നു. അമ്പുടുക്കുഞ്ഞിനൊന്നും ആലോചിച്ചില്ല. അപ്പം തന്നെ അതേ ചോറിനെടുത്ത് കുറച്ച് നേർച്ചപ്പം കൊടുത്തുവിട്ടെ. ഞാനാണെങ്കിലും എൻ്റെ ഒരു അനുഭവം പറയാൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പ് മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോമ്പ് തുറക്കണ ഒരു സമയം വരുമ്പോൾ നമ്മുടെ മേശപ്പുറത്ത് എല്ലാ ഭക്ഷണ വിഭവങ്ങളും അത്യാവശ്യം കാണും കേട്ടോ. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പോരിശ കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.